ആരാണ് പേര്? ദുബായിൽ നിന്ന് അസീബാണ്. അസീബ്. ആ പറഞ്ഞോളൂ. വിശ്വാസിയാ? പറഞ്ഞോളൂ. എന്താ വിളിച്ചേ? സുഖാണല്ലോ അല്ലേ? അല്ല സുഖാണ്. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. എന്താണ് വിശേഷം? സുഖല്ലേ? ഓ വളരെ പരമസുഖം. ഒരു സുഖം, ഒരു മനസുഖം. അപ്പൊ പിന്നെ ഇപ്പൊ കേരളത്തില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് ടീം അവിടെ താമസിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ആളൊക്കെ. അപ്പൊ പെട്ടെന്ന് താങ്കളുടെ വീട്ടിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ എന്റെ പിന്നെ ഉപ്പുപ്പാന്റെ ഉപ്പുപ്പ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്നു, താങ്കൾ ഒഴിഞ്ഞു വരണം എന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കില്ല. എന്ത് കാര്യത്തിനാണ്? അപ്പൊ ഇതേ പ്രശ്നമാണ് ഇപ്പൊ ഫലസ്തീനിലുള്ളത്. അതാരാ പറഞ്ഞു? നൂറ്റാണ്ടുകളോടെ ഫലസ്തീനി താമസിച്ചു. അവരവിടെ പുറത്താക്കുന്നു, നിർബന്ധിത ജൂയിസ് സെറ്റിലേഴ്സ് അവിടെ നടത്തുന്നു. അപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ അത് സമ്മതിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം അല്ലേ? അപ്പൊ നൂറ്റാണ്ടുകൾ ആണല്ലോ നിങ്ങൾ പറയുന്നത്. താങ്കൾ പറഞ്ഞതെന്ന് വെച്ചാല് താങ്കള് പിന്നെ ജൂയിസ് ഇപ്പൊ ചെയ്യുന്നത് ശരിയാണ്, ഫലസ്തീനികളെ പുറത്താക്കുന്നത് ശരിയാണെന്നാണ് താങ്കൾ ഇവിടെ ഇപ്പൊ പറഞ്ഞത്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചാലേക്കും കൂടി എത്താം. ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് നൂറ്റാണ്ടുകളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന അറബികൾ അവരോട് വന്ന് ഒഴിയാൻ പറഞ്ഞു, അത് ശരിയല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അത് ഞാനും സമ്മതിക്കുന്ന കാര്യമാണ്, അത് ഒരിക്കലും ശരിയല്ല അങ്ങനെ ഒഴിയാൻ പറയുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? ഓക്കെ. അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അറബികൾ അവിടെ വന്ന് താമസാക്കുന്നതിന് മുന്നേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ ജൂതന്മാരുണ്ടായിരുന്നു. അവരോട് ഒഴിഞ്ഞു പോയിട്ട് വീട് പണിതത് അറബികളല്ലേ? അപ്പൊ അറബികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതല്ലേ? പിന്നെ റോമ അത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമന്റെ ശേഷമാണല്ലോ അറബികൾ വന്നത്. നിക്ക് നിങ്ങൾ അറബികളുടെ കാര്യം പറയുമ്പോൾ റോമക്കാരുടെ അടുത്തേക്ക് ചാടല്ലേ? ബേബിയുടെ ചോദിച്ചില്ലേ, ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. റോമാക്കാർക്കൊക്കെ ശേഷമല്ലേ എന്റെ പൊന്ന് ഹസീബെ മുസ്ലിങ്ങൾ വന്നത്, അറബികൾ വന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങൾ കാര്യം പറയൂ, ചോദിച്ചതിന് ഉത്തരം പറയൂ. നമ്മൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ്. അംഗീകരിക്കാൻ സാധിക്കില്ല, അതന്നെയാണ് ഞാനും പറഞ്ഞത്. എനിക്കറിയാൻ മേലെങ്കിൽ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ജൂതന്മാർ അവിടെ കാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ ഗോത്രം വന്ന് കൊള്ളയടിച്ച മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് അറിയോ? ശരി, അതേപോലെ മുഹമ്മദ് നബിയും നടത്തിയിട്ടുണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കാര്യം ചോദിക്കുമ്പോ ഉത്തരം പറയാതെ ഇങ്ങനെ കിടന്ന് റേഡിയോ ആയാൽ നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയിക്കോളൂ. കാര്യം പറയാൻ വേണ്ടിയിട്ട് നിൽക്കാതെ നിങ്ങൾ റേഡിയോ ആവാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വെച്ച് പോയിക്കോളൂ. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ പച്ചയ്ക്ക് പറയാ. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. മുഹമ്മദ് നബിയുടെ വീട്ടില് പിന്നെ വീട്ടുജോലിയില് ജൂയിസ് ഉണ്ടായിരുന്നു, തൊട്ട അയൽവാസി. അതൊക്കെ ശരി, ജൂതക്കൂട്ടെ ബനു ഖുറൈള ജൂത ഗോത്രത്തിന് എന്താ സംഭവിച്ചെന്ന് പറയും. ബനു ഖുറൈള ജൂത ഗോത്രത്തിന് എന്താ സംഭവിച്ചത്? പരിശോധിച്ചിട്ട് പറയൂ എന്താ ഉണ്ടായത്. ആ ജൂത ഗോത്രത്തിനെ മുഹമ്മദ് നബി എന്താ ചെയ്തത്? ബനു നളീർ എന്ന് പറയുന്ന ജൂത ഗോത്രത്തെ മുഹമ്മദ് നബി എന്താ ചെയ്തത്? ബനു ഹൈനക്ക എന്ന് പറയുന്ന ജൂതഗോത്രത്തിനെ മുഹമ്മദ് നബി എന്താ ചെയ്തത്? നിങ്ങൾ പറയൂ. നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ട് തിരിച്ചൊരു കാര്യം വരുമ്പോ ഉത്തരം മുട്ടുമ്പോ കടന്നിട്ട് ഇതേപോലെ റേഡിയോ ആവാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയിക്കോളൂ, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ. ഏതായാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരേ സാധനമാണ്, അത് നമ്മൾ ഏതായാലും ഇവിടെ അംഗീകരിക്കുന്നു. അതായത് ഒരു സ്ഥലത്ത് കുറെ ആളുകൾ കൂട്ടമായിട്ട് അവിടെ താമസിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് താമസിക്കുന്നതിന്റെ ഇടയിലേക്ക് വന്ന് നിന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, ഇത് ഞങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയാണല്ലോ.
നിങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയില്ല, എനിക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തുടക്കത്തിലേ സമ്മതിച്ച കാര്യമാണ്. അതന്നെ നമ്മളിപ്പോഴും പറയുന്നുള്ളൂ. അന്ന് അവരവിടെ ജീവിച്ചിരുന്ന സമയത്ത് അവരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് പല പല ആളുകൾ വന്നിട്ട് അവരുമായിട്ട് കച്ചറ ഉണ്ടാക്കുന്നു, അവരവിടുന്ന് ആട്ടി ഓടിക്കുന്നു. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. സ്വാഭാവികം. റോമക്കാർ വരുന്നു, ഓട്ടോമാൻസ് വരുന്നു, അങ്ങനെ പല പല ആളുകൾ വന്നു. മുഹമ്മദ് നബി വരെ അത് ചെയ്തിട്ടുണ്ട് എന്ന് വരുന്നിടത്ത് അത് ശരിയല്ല. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് ഞാനും പറയുന്നത്, അത് ശരിയല്ല. പിള്ളേരാണ് ചിലപ്പോൾ ചരിത്രം പഠിക്കുക. ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നിടത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, നമ്മളാണ് ഇനി ഇവിടെ ഉണ്ടാവാൻ പോണേന്ന്. അത് മുഹമ്മദ് നബി പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനത്തെ വെളുപ്പിക്കാൻ കഴിയില്ല, എൻ്റെ പൊന്നു കോയമാരെ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഇനി നിങ്ങൾ ഏത് കൊടിയ ദുബായിൽ ഇരുന്നിട്ട് വിളിക്കുന്ന അസീവായാലും ശരി, നിങ്ങൾക്കത് സമ്മതിക്കാൻ കഴിയില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക. അതായത് മുഹമ്മദ് നബിയും ഈ പറയുന്ന ജൂതന്മാരെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്, അവരുടെ ഗോത്രം പിടിച്ചടക്കിയിട്ടുണ്ട്, അവിടെ മുഹമ്മദ് നബി വന്ന് താമസമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി ചാവാൻ കിടക്കുന്ന നേരത്ത് പറഞ്ഞൊരു ഹദീസ് വരെ ഉണ്ട്. അതായത് ഈ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് അവിടെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും തുടച്ചു നീക്കും. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. എന്താണ്, എത്നിക്കലി ക്ലീൻ ചെയ്തെടുക്കും. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പച്ചയ്ക്ക് പറഞ്ഞ മനുഷ്യനാണ് മുഹമ്മദ് നബി. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള ആളുകൾ ജനോസൈഡ് വരുന്നേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അത് നിങ്ങൾ വല്ല മദ്രസയിലും ചെലവാക്കിയാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതായത് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥലം വെച്ചിട്ടോടി സാരല്ല, ബാക്കി നമുക്ക് പറയാം. അതായത് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം അവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്താണ് കാനൻ ദേശം അവരുമായിട്ട് കാനനൈറ്റ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം ഇതൊന്നും നമ്മൾ പറയുന്നില്ല. അതിനൊക്കെ ശേഷമുള്ള കാര്യം നമ്മൾ പറയുന്നുള്ളൂ. മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. നിങ്ങൾക്കത് ആ രീതിയിൽ ഇതുപോലെ ഉത്തരം മുട്ടി വെച്ച് ഓടാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇതാണ് നമ്മൾ പറയുന്നത്. നീ എന്താ ഇവിടെ പിക്നിക്ക് വന്നതാ, ഒളിവിലാടാ. അപ്പോൾ ഏതായാലും അദ്ദേഹം ഫോൺ വെച്ച് ഓടിയതുണ്ട്, കട്ടായി പോയതാണെങ്കിൽ ക്ഷമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക. അതായത് മുഹമ്മദ് നബിയും ഈ പറയുന്ന ജൂതന്മാരെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്, അവരുടെ ഗോത്രം പിടിച്ചടക്കിയിട്ടുണ്ട്, അവിടെ മുഹമ്മദ് നബി വന്ന് താമസമാക്കിയിട്ടുണ്ട്. ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കർപ്പയെന്നല്ല, നീ ചെറിയ നുള്ളിക്കോ. വാ മോളെ, പടച്ചോനെ കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ.